ശ്രുതി ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വടക്ക് കിഴക്കൻ തീരത്ത് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തത്. വലിയ തീവ്രതയാണ് 7.4 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സുനാമി മുന്നറിയിപ്പ് ആ ഘട്ടത്തിൽ തന്നെ അധികൃതർ നൽകിയിരുന്നു. ഇപ്പോൾ BBC അടക്കം നൽകുന്ന ചില സൂചനകൾ ജപ്പാന്റെ കിഴക്കൻ തീരത്ത് സുനാമി തിരമാലകൾ ദൃശ്യമായി തുടങ്ങുന്നു എന്നാണ്. ഇവാട്ടെ പ്രിഫെക്ടറാണ് ആദ്യ സുനാമി തിരമാലകൾ എത്തുന്നുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. മിയാക്കോ തുറമുഖത്ത് 40 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ ഒരു തിരമാല രേഖപ്പെടുത്തി എന്ന ഒരു വിവരങ്ങൾ കൂടിയുണ്ട്. പസഫിക് തീരങ്ങളായ ഹൊക്കൈഡോ, ഇവേറ്റ് പ്രിഫെക്ടറുകളിൽ 3 മീറ്റർ, അതായത് 10 അടി വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി പ്രവചിക്കുന്നത്. അതോടൊപ്പം അമോറി തീരത്തും സുനാമി തിരമാലകൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി അടക്കം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ മുഴുവൻ ജനങ്ങളോടും, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലുള്ള മുഴുവൻ ആളുകളോടും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ പ്രധാനമന്ത്രിയായ സനെ തക്കോയിച്ചി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഇടങ്ങളിൽ സുനാമി വരാൻ സാധ്യതയുണ്ട് ആ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു കാലാവസ്ഥാ മാപ്പ് തന്നെ ഇപ്പോൾ ജപ്പാൻ പുറത്തിറക്കിയിട്ടുണ്ട്. മിയാഗി, ഫുകുഷിമ പ്രിഫെക്ടറുകൾ, അമോറി പ്രിഫെക്ടറുകൾ ഇവിടങ്ങളിലൊക്കെ ഇപ്പോൾ മുന്നറിയിപ്പുണ്ട്.